ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഇന്ന് വളരെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഏതൊരു ദൈവ മനുഷ്യൻ്റെ ജീവിതത്തിലും, ഏതൊരു മക്കളുടെ, ഏതൊരു ദൈവഭൃത്യൻ്റെ, ഏതൊരു ദൈവദാസൻ്റെ, ഏതൊരു ദൈവദാസിയുടെ, ഏത് ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ്റെ ലൈഫിലും അവന് എപ്പോഴും എന്തെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും അവന് ശൂലസമാനമായിട്ടുണ്ടായിരിക്കും. ശൂലമെന്ന് പറയുമ്പോൾ നമുക്ക് അത് മറ്റാരും ആ പദം ഉപയോഗിച്ചിട്ടില്ല. അത് പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പൗലോസിൻ്റെ ശൂലമാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും. എന്നാൽ നമുക്ക് തോന്നും അത് പുതിയ നിയമത്തിൽ പൗലോസിന് മാത്രം ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ് ആ ശൂലമെന്ന്. എന്നാൽ പഴയ നിയമം പഠിക്കുമ്പോൾ മുതൽ ദൈവത്തിൻ്റെ കൈകളിൽ പ്രയോജനപ്പെടാനുള്ള, ദൈവത്തിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടേണ്ട, ദൈവത്തിൻ്റെ നാവായി, ദൈവത്തിൻ്റെ വായായി, ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ വാഗ്ദത്തമായി, ദൈവത്തിൻ്റെ കാറ്റായി, ദൈവത്തിൻ്റെ തീയായി, ദൈവത്തിൻ്റെ ഹൃദയമായി, ദൈവത്തിൻ്റെ പ്രതിരൂപമായി വെളിപ്പെടേണ്ട ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ശൂലങ്ങൾ, ശൂല സമാനമായത് പല നിലയിൽ, പല മോഡലിൽ, പല വേരിയൻറ്റിൽ ശരീരങ്ങളുടെ മേൽ വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണാനായി കഴിയും. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ ശൂലങ്ങൾ ഉണ്ട് എന്നുള്ളത്, മനുഷ്യൻ്റെ ശരീരത്തിന് നേരെ, മനുഷ്യൻ്റെ ശരീരത്തിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ശൂലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വായായി നിൽക്കേണ്ട ഒരു മനുഷ്യനാണ് പ്രവാചകനായ മോശെ. മോശയുടെ ജീവിതത്തിൽ എന്ത് ശൂലമാണ് പാസ്റ്റർ ഉണ്ടെന്ന് പാസ്റ്റർ പറയുന്നത്? മോശ അങ്ങനൊരു വാക്കേ പരാമർശിച്ചിട്ടില്ലല്ലോ. എൻ്റെ ശരീരത്തിലൊരു ശൂലമുണ്ടെന്ന് അങ്ങനൊരു വാക്കേ മോശ പരാമർശിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് മോശയ്ക്കൊരു ശൂലമുണ്ട് എന്ന് പാസ്റ്റർ പറയാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ 4-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ തന്നെ മോശയുടെ ജീവിതത്തിൽ ഒരു കുറവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തി കാണിക്കുന്നത് നമുക്ക് കാണാനും അതിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. ഞാൻ ആത്മാവിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുനിന്നൊരു ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തരുന്നൊരു ചിന്ത ഇങ്ങനെയാണ്: എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് നമ്മുടെ കുറവുകളാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്താൻ പലപ്പോഴും ശ്രമിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളാണ് നമ്മൾ ഉയർത്താൻ എപ്പോഴും ശ്രമിക്കുന്നത്. വലിയ ഒരളവ് വരെ, വളരെ വലിയൊരളവ് വരെ നമ്മുടെ കുറവുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ കുറവുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത് നല്ലതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ കുറവുകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ നമ്മളിലൂടെ ദൈവത്തിന് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 40 ലക്ഷം വരുന്ന ജനത്തെ നയിക്കാൻ വേണ്ടി വിശുദ്ധൻ മോശെ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് തിരഞ്ഞെടുക്കുന്ന സമയം 4-ാമത്തെ അധ്യായം അതിൽ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. പൗലോസിൻ്റെ ശരീരത്തിൽ ബലഹീനതയാണ് പൗലോസിൻ്റെ ശൂലമെങ്കിൽ, മോശയുടെ ശരീരത്തിൽ മോശയുടെ നാവാണ്, നാവിൻ്റെ തടിപ്പാണ്, മോശയുടെ നാവിലൂടെ വരുന്ന ശബ്ദത്തിലെ വിക്കാണ് മോശയുടെ ശരീരത്തിൻ്റെ ശൂലം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തേ. ശരിയാണ്, മോശ പറഞ്ഞത് അദ്ദേഹത്തെ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഈ തടിപ്പുള്ള നാവാണ്. ഏതൊരു ദൈവദാസനെ നിങ്ങൾ എടുത്തു നോക്കിയാലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാവാണ്.
ശബ്ദമാണ്, അദ്ദേഹത്തിൻ്റെ തൊണ്ടയാണ്, ഖണ്ഡമാണ്. അപ്പൊ നാവുണ്ടെങ്കിലേ, വാക്ചാതുര്യമുണ്ടെങ്കിലേ, ശബ്ദത്തിന് ഒരു വ്യക്തതയുണ്ടെങ്കിലേ, സംസാരത്തിന് വ്യക്തതയുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നാവു പിഴയ്ക്കാതെ ജനത്തിന് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയ മോശെ പറയുന്നു, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും, മുമ്പേ തന്നെയും. But Moses said to the Lord, "Oh my Lord, I am not eloquent either in the past or since you have spoken to your servant." മുമ്പേ തന്നെയും. അപ്പോ മുൻപേ ദൈവം മോശയോട് സംസാരിച്ചിട്ടുണ്ട്, മുമ്പേയും ദൈവം മോശയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, മുമ്പേയും ഇതുമായി ബന്ധപ്പെട്ട ഒരാലോചന മോശയോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, മുമ്പേയും ദൈവം ചില അറിയിപ്പുകൾ മോശയ്ക്ക് കൊടുത്തിട്ടുണ്ട്, മുമ്പേയും മോശയെ ദൈവം സമീപിച്ചിട്ടുണ്ട്. കമോൺ കമോൺ കമോൺ. ഈ ദൈവത്തിന്റെ വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് ദൈവം എൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന്. ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറയാൻ തുടങ്ങിയ കാലം മുതലാണ് ദൈവം എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയതെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ തീരുമാനിച്ചതെന്ന്. പക്ഷെ ഇവിടെ മോശ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തോട് സംസാരിക്കുന്ന സമയം തന്നെ ഒരു സാക്ഷ്യം താൻ ദൈവസന്നിധിയിൽ അറിഞ്ഞോ അറിയാതെയോ, മോശ എന്ന വ്യക്തിയോ മോശയുടെ അകത്തിരുന്ന ആത്മാവോ എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ അദ്ദേഹത്തിന്റെ വായിലൂടെ ഒരു വാക്ക് പുറത്തു വരികയാണ്, മുമ്പേ എന്നെ അറിഞ്ഞ ദൈവം. കമോൺ, ദൈവത്തിന്റെ ആത്മാവിൽ ആരോടൊക്കെയോ പറയുന്നു, നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങൾ ഉപവാസം എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അടുത്ത ആഴ്ച മുതൽ നിങ്ങളൊരു 21 ഇരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അടുത്ത ആഴ്ച മുതൽ നിങ്ങളൊരു 40 ദിവസം ഫാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അടുത്ത ആഴ്ച നിങ്ങളൊരു ഫാസ്റ്റിംഗ് എടുക്കാൻ പോകുന്നുണ്ടായിരിക്കാം. പുതിയൊരു മാസത്തിൽ നിങ്ങൾ ഒരു ദൈവസന്നിധിയിൽ ഇരിക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പല കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. എന്തിനാണ്? പല വിഷയങ്ങളുടെയും വിടുതലിന് വേണ്ടി, പലതിൻ്റെയും ഒരു മാറ്റത്തിന് വേണ്ടി, പല അവസ്ഥയുടെയും രൂപാന്തരത്തിന് വേണ്ടി. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രിയപ്പെട്ട സുഹൃത്തേ, മുമ്പേ നിന്നെ അറിഞ്ഞൊരു ദൈവം, മുമ്പേ നിന്നെ കണ്ട ഒരു ദൈവം, മുമ്പേ നിന്നെ മനസ്സിലാക്കിയ ഒരു ദൈവം, മുമ്പേ നിന്നെ കേട്ട ഒരു ദൈവം, മുമ്പേ നിന്നെ നോക്കിയ ഒരു ദൈവം, മുമ്പേ നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവം. കമോൺ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ ചില കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾ നിരത്തുന്നതിന് മുൻപേ അതിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പുറപ്പെടുമെന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിക്കുന്നു. മുമ്പേ നിങ്ങളെ അറിഞ്ഞ ഒരു ദൈവം. എന്താണ് മോശ പറഞ്ഞ ആ മുമ്പേ? ഇപ്പോഴാണ് മോശയുടെ വിഷയം ദൈവത്തോട് വായിക്കൊണ്ട് പറയുന്നത്. പക്ഷെ മുമ്പേ മോശ ദൈവത്തിന്റെ സ്വരം കേട്ടു. ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങൾ ഈയിടെയായി ദൈവത്തിന്റെ വചനം ആഴമായി ഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈയിടെയായി നിങ്ങൾ ദൈവത്തിന്റെ വചനം ആഴമായി പഠിക്കുന്നുണ്ടായിരിക്കാം. ഈയിടെയായി നിങ്ങൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഈയിടെയായി കൂടുതൽ സമയം നിങ്ങൾ ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടായിരിക്കാം. പക്ഷേ മുൻപേ നിന്റെ അരികിൽ വന്ന് ഒരു പകർച്ച നിന്നിലേക്ക് പകർന്ന ഒരു ദൈവത്തെ ഇന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം. മുമ്പേ നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങൾ എന്ന വ്യക്തിയും വ്യക്തിത്വവും എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മോശ പറയുന്നു, മുമ്പേയും കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും. നിങ്ങൾ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ പോകുന്നതിന് മുമ്പേ തന്നെ നിന്റെ വിഷയത്തെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുകയും അതിന് എന്തൊന്ന് ചെയ്താൽ അതിനകത്തൊരു ഡെലിവറൻസ് ഉണ്ടാകുമെന്ന് തീരുമാനിച്ചുറച്ചിരിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ പുറപ്പാട് പുസ്തകത്തിലൂടെ സംസാരിക്കുന്നത്. എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ ഇനി പറഞ്ഞതിന് ശേഷമല്ല എൻ്റെ ദൈവം മനസ്സിലാക്കാൻ പോകുന്നത്. എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങളെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച്, പിതാക്കന്മാരെക്കുറിച്ച്, ശുശ്രൂഷകന്മാരെക്കുറിച്ച്, ഈ ചാനലിനെ കുറിച്ച്, ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് പറയാൻ പോയാൽ അതിനുശേഷമല്ല എൻ്റെ ദൈവം മനസ്സിലാക്കുന്നത്. ഇതാരോടോ ഉള്ള ദൈവിക ആലോചനയായി പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് സഫർ ചെയ്യുന്ന, നിങ്ങൾ കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയ ഒരു വേദനയുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്,
ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ജോലി, വരുമാനം, മിനിസ്ട്രി, ഹെൽത്ത്, അതിനെക്കുറിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ഇന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഈ മീറ്റിങ്ങിന് ശേഷം, ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് ഇത് കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പോലും ചെയ്യണം, ചെയ്യേണ്ടതാണ്. എന്നാൽ പോലും നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമല്ല ദൈവം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്നതും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ എഴുതി കൈവച്ച് പ്രാർത്ഥിച്ച് തുടങ്ങി അന്ന് മുതൽ തന്നെ, അതിനു മുന്നേ തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എൻ്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിന്നെ ഒരു രൂപാന്തരപ്പെടുത്തുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. മോശെ പറയുന്നു, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും. മോശയ്ക്ക് കുറവുണ്ടെന്ന് മോശ പറയാൻ പോകുന്നേ ഉള്ളൂ. ശ്രദ്ധിക്ക, മോശയ്ക്ക് കുറവുണ്ടെന്ന് മോശ പറയാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ തമ്പുരാൻ മോശയെ എടുത്തിരിക്കുന്ന പരിഗണിച്ചിരിക്കുന്ന ആ ഒരു വിധം ഉണ്ടല്ലോ, ഇവിടെ നല്ല സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് കുയിൽനാദം പോലെ സംസാരിക്കുന്ന വ്യക്തികളെ ദൈവം തൊട്ടിട്ടില്ല. പക്ഷെ തടിച്ച നാവുള്ളൊരു മനുഷ്യനെ പ്രവാചക അഭിഷേകത്തോടെ പേര് പറഞ്ഞാൽ മര്യാദയ്ക്ക് തിരിയാത്ത തടിച്ച നാവുള്ളൊരു മനുഷ്യന്റെ മേൽ അസാധാരണമായ പ്രവാചക അഭിഷേകത്തെ പകർന്ന് 40 ലക്ഷത്തിൽ വരുന്ന ജനത്തിന് പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം, അതിനപ്പുറമുള്ള ജനത്തെ ഡീൽ ചെയ്യത്തക്കവണ്ണം, വൈരിയുടെ ബലത്തെ കെടുത്തത്തക്കവണ്ണം, ആർത്തിരമ്പുന്ന കടൽ തിരമാലകളെ മുറിച്ച് കടക്കത്തക്കവണ്ണം, മരണ യോർദാനെ തകർക്കത്തക്കവണ്ണം, ചെങ്കടലിനെ തകർക്കത്തക്കവണ്ണമുള്ള ദൈവിക ഇമ്പാർട്ടേഷൻ ദൈവം പകർന്നത് ഇനി കുറവങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്ന ഈ മനുഷ്യനെയാ. അർത്ഥം, മുമ്പേ ഇവൻ ഇത്രയും കുറവുണ്ടെന്ന് കണ്ടിട്ട് തന്നെയാ ഇവനെ കൊണ്ടേ ഞാൻ കടൽ മുറിക്കത്തുള്ളൂ എന്ന്, ഇവനെ കൊണ്ടേ ഞാൻ ജനത്തെ നയിക്കത്തുള്ളൂ എന്ന്, ഇവനെ കൊണ്ടേ ഞാൻ എന്റെ വചനം പറയിക്കത്തുള്ളൂ എന്ന്, ഇവനെ കൊണ്ടേ എന്റെ ശുശ്രൂഷകനാക്കത്തുള്ളൂ എന്ന്, ഇവനെ കൊണ്ടേ ഞാൻ രാജ്യങ്ങളെ ഇളക്കി മറിക്കത്തക്ക നിലയിലുള്ള ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുത്തത്തുള്ളൂ എന്ന്, ഇവനെ മാത്രമേ ഞാൻ എന്റെ മഹത്വം കാണിക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, 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 ആമേൻ. ഞാൻ ആരുടെയൊക്കെയോ വീടുകളിൽ വന്ന് ഞാൻ പ്രവചിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. അതേ, തകർന്ന് തരിപ്പണമാകുമെന്നും, കുപ്പത്തൊട്ടിയിലേക്ക് ഇറങ്ങുമെന്നും, ആഴത്തിലേക്ക് നീ പോകുമെന്നും, അത് പതിക്കുമെന്നും, നീയൊക്കെ തകർന്നു പോകുമെന്നും, നീക്ക് ആത്മഹത്യ ചെയ്തു പോകത്തേ ഉള്ളുമെന്നും ഒക്കെ ആരൊക്കെയോ പറഞ്ഞ നിന്നിലൂടെ മാത്രമേ, കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞ നിന്നിലൂടെ മാത്രമേ, നിന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ നിന്നിലൂടെ മാത്രമേ, നീയൊക്കെ നശിക്കാനുള്ളതാ എന്ന് പറഞ്ഞ നിന്നിലൂടെ മാത്രമേ, നിനക്കൊന്നും കഴിവില്ലാത്തതാ എന്ന് പറഞ്ഞ നിന്നിലൂടെ മാത്രമേ, നിന്റെ സന്തതി പരമ്പരകളിലൂടെ മാത്രമേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തത്തുള്ളൂ എന്ന്, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തത്തുള്ളൂ എന്ന് എന്റെ തമ്പുരാന് തീരുമാനിക്കാൻ ആരുടെ ശുപാർശയും വേണ്ട. എന്നേക്കാൾ കൊള്ളാമെന്നുള്ള, എന്നേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ദീപു കൃഷ്ണമാർ, നല്ല കുലത്തിലും നല്ല നിലയിലും പിറന്ന് ജീവിച്ച ദീപു കൃഷ്ണമാർ ഉണ്ടായിരിക്കെ, പാപത്തിനടിമപ്പെട്ട, അഹങ്കാരിയായ, അനുസരണക്കേടുള്ള, രഹസ്യ സ്വഭാവമുള്ള, കോപമുള്ള, മുൻകോപിയായ, എടുത്തുചാട്ടമുള്ള, ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കൈവെക്കുന്ന ഇവനിലൂടെ മാത്രമേ എന്റെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തത്തുള്ളൂ എന്ന് തീരുമാനിക്കാൻ എന്റെ അമ്മയുടെ പ്രാർത്ഥന വേണ്ടി വന്നില്ല, അപ്പന്റെ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന വേണ്ടി വന്നില്ല. തമ്പുരാൻ ആദ്യമേ മുമ്പ് തന്നെയും എന്നെ കണ്ടതുകൊണ്ട് അവിടുന്ന് അത് ചെയ്തു. ഈ തീയതിയിലും ഇവണ്ണം അവിടുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പൊന്നാൻറ്റി, എന്നെ കേൾക്കുന്ന പൊന്നു സഹോദരി, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകനെ, എന്നെ കേൾക്കുന്ന ബ്രദറെ, അനുജ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ദൈവത്തിന് നിന്റെ കാര്യങ്ങളുടെ മേൽ
ഒരു ഡീല് പുറപ്പെടുവിക്കാൻ ആരുടെയും ശുപാർശ വേണ്ട. ആരെങ്കിലും പറഞ്ഞാലൊന്ന് പിണങ്ങുകയും ആരെങ്കിലും അധികം ഒന്ന് കൂടുതൽ കൊടുത്താൽ ഇണങ്ങുകയും ചെയ്യുന്ന ദൈവമൊന്നുമല്ല. കൂടുതൽ സ്തോത്ര കാഴ്ച കൊടുത്ത് കൂടുതൽ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുകയും കൂടുതൽ നേർച്ചയിട്ട് ആർക്കെങ്കിലും എതിരാക്കാൻ പറ്റുന്ന ദൈവം അല്ല ഈ ദൈവം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം എന്ന് ആർക്കും ചങ്കി കൈവച്ച് പറയാം. ഈ ദൈവം എൻ്റെ ദൈവം. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, യഹോവേ കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും. ഞാനൊരു ദൂത് ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദൈവം സംസാരിച്ച ശേഷവും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷവും നീ അതിൽ പെശക് വരുത്തിയിട്ടില്ല എന്നൊന്ന് ഉറപ്പിക്കണം. ദൈവം സംസാരിച്ച ശേഷവും ഒന്നും പറ്റത്തില്ല, നേരത്തെ പറഞ്ഞതല്ലേ, എനിക്ക് വിക്കുണ്ട്, എനിക്ക് ആ കുറവുണ്ട്, എനിക്ക് ഈ കുറവുണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് വലിയ പ്രാർത്ഥനയുടെ വലിയ പരിജ്ഞാനമൊന്നുമില്ല, ആ ആൻറ്റി പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല, ഈ ബ്രദർ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ. നമ്മൾ ചുമ്മാ കിടന്ന് തിത്തിത്തം തകതയ്യം കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ അവിടെ കിടന്ന് ഇങ്ങനെ ഉരുളത്തേ ഉള്ളൂ കേട്ടോ. മോശേ, നിനക്ക് തടിച്ച നാവുണ്ടെന്നും നിനക്ക് കുറവുണ്ടെന്നും നിനക്ക് വാക്ചാതുര്യമില്ലെന്നും നിന്റെ നാവ് മറ്റുള്ളവരുടെ നാവ് പോലെ അല്ലെന്നും, എന്നാൽ നീ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാവും ഈ വായും ഞാനാ നിനക്ക് തന്നേന്നും നിനക്കറിയാവോ എന്നാ ദൈവം മോശയോട് ചോദിച്ചേ. അങ്ങനെ ചോദിച്ചോ നമുക്കൊന്നും അറിയണമല്ലോ, ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? അതിന് യഹോവ 11-ാമത്തെ വാക്യം, അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാർ? എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ ഭൂമിയിലോട്ട് വിട്ടതാർ? നിങ്ങൾ യാഹുവ എന്നൊരു നാമം അറിയണം എന്ന് തീരുമാനിച്ചതാർ? നിങ്ങളുടെ വായിൽ യേശു എന്നൊരു ഒരു നാമം വരണമെന്ന് തീരുമാനിപ്പിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത് ആർ? നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കണം, ജീവിച്ചിരുന്നേ പറ്റൂ എന്ന് തീരുമാനിച്ചതാർ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ പറ, ആർക്കാരണോ ജീവിച്ചിരിക്കുന്നത്? ആരോ കൃഷി ചെയ്തത് കൊണ്ടും ഞാൻ പോയി 5 കിലോ അരി കടയിൽ നിന്ന് മേടിച്ചത് കൊണ്ടും അത് അടുപ്പത്തിട്ട് വേവിച്ചത് കൊണ്ടും അത് കഴിച്ചത് കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നും കൃഷിക്കാർ കൃഷി ചെയ്യുന്നു, ഇന്നും വിൽക്കാൻ അരി കടയിലുണ്ട്, ഇന്നും അത് വിൽക്കാൻ തക്കവണ്ണം വെച്ചിരിക്കുന്നു. പക്ഷെ കഴിക്കാൻ പറ്റാത്ത പലരും ഉണ്ട്, അവർ മരിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ജീവിച്ചിരുന്ന ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ തീരുമാനിച്ചതാർ? ഞാൻ ദൂത് പറയുക, ഞാൻ ദൈവാത്മാവിൽ ഇത് പ്രവചിക്കുകയാ. കുഞ്ഞെ, ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു മാനുഷിക നിയമമില്ല. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പൈശാചിക തീരുമാനമില്ല. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു മാനുഷിക തീരുമാനങ്ങളില്ല. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മുകളിലിരിക്കുന്ന മാനുഷിക നിയമങ്ങളില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ മുകളിലിരിക്കുന്ന പൈശാചികവും മാനുഷികവുമാകുന്ന പ്രവൃത്തികളില്ല. ദൈവത്തിന്റെ ആത്മാവ് മോശയോട് ചോദിക്കുന്നു, ഇത് നിനക്ക് തന്നത് ചുരുക്കി പറഞ്ഞാൽ, എന്റെ കുടുംബത്തെക്കുറിച്ച് എന്റെ തമ്പുരാൻ ശുഭകരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ, ആ തീരുമാനത്തിന്റെ മുകളിൽ വെക്കാവുന്ന മാനുഷികമോ സാധാനികമോ ജാതീയമോ ആകുന്ന തീരുമാനമോ നിയമമോ ഇല്ല. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിൽ പറയുന്നു, നിങ്ങളെക്കുറിച്ച് എന്റെ ദൈവം തീരുമാനിച്ച ശുഭകരമായ കാര്യങ്ങൾ, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, യാത്രയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ഉദ്യമങ്ങളെക്കുറിച്ച് ദൈവമെടുത്ത തീരുമാനത്തിന്റെ മുകളിൽ, ദൈവം ചെയ്ത ചില നിയമങ്ങളുടെ മുകളിൽ, ദൈവം തന്ന ചില വാഗ്ദത്തങ്ങളുടെ മുകളിൽ വെക്കാവുന്ന മറ്റൊരു മനുഷ്യന്റെയോ സ്ത്രീയുടെയോ പുരുഷന്റെയോ ഈ ജെസബേലിന്റെയോ ദലീലയുടെയോ ഫെലിസ്ത്യന്റെയോ ഫറവോന്റെയോ നിയമങ്ങൾ ഇല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക ദൂതുകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായി, ദൈവിക അരുളപ്പാടുകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായി, ദൈവിക ആനന്ദം ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായി, ദൈവിക ശുശ്രൂഷകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായി, ദൈവത്തിന്റെ വാഗ്ദത്തം ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായി,
ദൈവത്തിന്റെ അനുകൂലതകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായി, ദൈവിക ബ്ലെസ്സിങ്സ് ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായി, അഭിഷേകത്തെ പോലും ബ്ലോക്ക് ചെയ്യുന്ന, പ്രാർത്ഥനാശീലത്തെ പോലും ബ്ലോക്ക് ചെയ്യുന്ന, വിശ്വാസത്തെ പോലും ഞെരുക്കുന്ന ഇരുട്ടിന്റെ ബാധകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ ശാസിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് തൊടുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞ് കൈയടിച്ചോ കൈ ഉയർത്തിയോ സ്തോത്രം ചെയ്യുക. എനിക്ക് വ്യക്തമായി അറിയാം, ഇതിനകത്ത് ഈ ദൂത് വേണ്ടത് 1000 പേർക്കായിരിക്കത്തില്ല, ഒരുത്തനായിരിക്കാം. ആ ഒരുത്തൻ കൽസാരമേൽ ഇരിക്കത്തില്ല. കാരണം ദൈവം നിന്നെ കുറിച്ച് കണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് വലുതാ. ദൈവാത്മാവ് തൊടുന്നു, ചിലര് തൊടുന്നു. Come on, in the name of Jesus. അസാധാരണമായ അഗ്നി വെളിപ്പെടട്ടെ. കാരണം മോശേ, തടിച്ച നാം ഉണ്ടെന്ന് പറഞ്ഞ് നീ റിവേഴ്സ് ഗിയർ ഇടല്ലേ. കാരണം ഇന്ന് നീ നിൽക്കുന്നത് ഭൂമിയില, നാളെ നീ സംസാരിക്കേണ്ടത് മലയുടെ മുകളിൽ തേജസ്സിന്റെ കീഴിൽ നിന്നാ. അതെ സുഹൃത്തെ, തേജസ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ദൈവത്തിന്റെ കൃപ എന്റെ മേലുണ്ടെങ്കിൽ ചില ശൂലം നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു 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 കൃപ, ഒരു വാഗ്ദത്തം, ഒരു അനുമതി എന്റെ മേലുണ്ടെങ്കിൽ ചില ശൂലങ്ങളൊക്കെ നമ്മളെ വല്ലാതെ കുത്തും. തിമോത്തിയോസ് എന്ന പൗലോസിന്റെ നിജപുത്രൻ എടുത്തേ 5-ാമത്തെ അധ്യായം. ഓ ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യമേ, 5-ാമത്തെ അധ്യായം 23-ാമത്തെ അനുഗ്രഹീതമായ തിരുവെഴുത്തിലേക്ക് ഓടിവാ. അവിടെ തിമോത്തിയോസിന് ശൂലമോ? പാസ്റ്റർ എന്താ ഈ പറയാൻ വരുന്നേ? പൗലോസിനല്ലേ ശൂലം? നമുക്ക് നോക്കാം തിമോത്തിയോസിന് എന്താ. 22 മുതൽ ഒന്ന് വായിച്ച്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 22-23. യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും അരുത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക. എഴുന്നേറ്റ് ഓടരുത്. മദ്യപാനം നിർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയ്യോ ദൈവവചനത്തിനകത്ത് മദ്യം കുടിക്കാമെന്നുള്ള ഒരു വ്യവസ്ഥ ഇന്നാ ഞാൻ കണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ അര മേടിക്കാൻ ഓടരുത്. നിങ്ങളൊന്ന് അവിടെ നിൽക്കണം. മദ്യം കുടിക്കാനല്ല പറഞ്ഞത്, വീഞ്ഞ് സേവിക്കാനാ പറഞ്ഞത്. അത് കാനാവിലെ കൽഭരണിക്കകത്തുള്ളതുപോലെ 6 ഭരണി വീഞ്ഞെടുത്ത് ഒറ്റ അടിക്കാനല്ല പറഞ്ഞത്. അജീർണത, ഡൈജഷൻ പ്രോബ്ലം മാറാൻ തക്കവണ്ണം അല്പം വീഞ്ഞ് സേവിക്കുക എന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ജലൂസിൽ ഗ്യാസ് ട്രബിളിൻ്റെ മെഡിസിൻ കുപ്പിക്കണക്കിന് എടുത്ത് കമഴ്ത്തുവോ, അതിനകത്തുള്ളൊരു ക്യാപ്പ് കണക്കിന് കുടിക്കുമോ? കുപ്പിക്കണക്കിന് കമഴ്ത്തിയാൽ വിവരം അറിയും. 5 മില്ലിയോ 10 മില്ലിയോ ഒരാളുടെ ഭാരത്തിനും വയസ്സിനും തൂക്കത്തിനും ഒക്കെ അനുസരിച്ച് കുടിക്കും. ഒമിപ്രസോൾ ടാബ്ലറ്റ് ഡൈജഷൻ പ്രോബ്ലത്തിനും അജീർണതയ്ക്കും ഉള്ളതാ. അത് നിങ്ങളൊരു ഭയങ്കര അസിഡിറ്റി പ്രോബ്ലം, ഭയങ്കര അജീർണതയാണ്, അതുകൊണ്ട് ഒരു സ്ട്രിപ്പ് ഒമിപ്രസോൾ ചോദിച്ചിട്ട് നമ്മൾ ഒമിയെടുത്ത് അത് ആ ഒരു സ്ട്രിപ്പ് മുഴുവൻ നമ്മൾ അടിക്കുമോ? ഇല്ല. ഏത് കാര്യത്തിനും വ്യവസ്ഥയുണ്ട്. ഏത് കാര്യത്തിനും വ്യവസ്ഥയുണ്ട്, നിയമമുണ്ട്, നിബന്ധനയുണ്ട്. നീ അല്പം വീഞ്ഞ് സേവിക്കാൻ പറഞ്ഞാൽ അത് ആ കാലത്തെ ഒരു കാര്യമാണ്. അത് ഡൈജഷൻ പ്രോബ്ലം മാറാൻ, അത് യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെയും കൂടെ ഒരു ഭാഗമായിരുന്നു. അവരുടെ തണുപ്പ് കാലഘട്ടത്തിലും മറ്റുമൊക്കെ. എനിക്ക് ഒത്തിരി ഒന്നും ഭയങ്കര ആഴമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ വീഞ്ഞ് സേവിക്കുക എന്നുള്ളത് മാത്രം ഒരു സബ്ജക്റ്റായിട്ട് എടുക്കാൻ നമുക്കുണ്ട്. അത് ഏത് വ്യവസ്ഥ, അത് ഏത് നാട്, ഏത് കാലം, ഏത് ഭാഷക്കാർ, ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ച് മാത്രമേ വീഞ്ഞ് സേവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബൈബിള് വെള്ളം അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ആരും പറയരുത്, ദൈവകോപം കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്റെ കൂടെയുള്ള ക്ഷീണതയും അജീർണതയും. അപ്പൊ തിമോത്തിയോസിന്റെ ഇത് പറയുമ്പോൾ ഇതിനകത്ത് ആയിരക്കണക്കിന് തിമോത്തിയോസുമാരുണ്ടെന്ന് എനിക്കറിയാം. കാരണം കൂടെയുള്ള ക്ഷീണതയും ദേ കിടക്കുന്നു. തിമോത്തിയോസ് അതിശക്തനായ ഒരു യൗവനക്കാരനായ ശുശ്രൂഷകനാണ്. ആ ശുശ്രൂഷകന് ശുശ്രൂഷ ചെയ്യാൻ പറ്റാതെ വണ്ണമുള്ള ക്ഷീണം നിങ്ങൾക്കുണ്ടോ?
ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഉദരപ്രശ്നം നിങ്ങൾക്കുണ്ടോ? ആ ഏറ്റെടുത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് ഒന്നും പൂർത്തീകരിക്കാൻ മേലാത്ത വണ്ണമുള്ള അജീർണത നിങ്ങൾക്കുണ്ടോ? അതൊരു ശൂലമാണ്. അതൊരു ശൂലമാണ്. ശൂലം മാറാൻ എന്തോ ചെയ്യണം? വീഞ്ഞു കുടിക്കണം. യെസ്, ഞാനും അങ്ങനെ തന്നെ പറയുന്നു, വീഞ്ഞു കുടിക്കണം. പക്ഷേ അത് നമ്മുടെ മുന്തിരിക്കകത്ത് മുന്തിരി ഇട്ട് ചെയ്തുണ്ടാക്കുന്ന വീഞ്ഞിനെ കുറിച്ചല്ല. നീ സ്വർഗീയ വീഞ്ഞ് സേവിക്കാൻ നീ തയ്യാറായാൽ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന വീഞ്ഞ്, വൈന് നമുക്ക് കുടിക്കാം. എങ്ങനെ? ഗ്ലാസ്സിലൊഴിച്ച്, ഇതിലൊഴിച്ച് നമുക്ക് കുടിക്കാം. അത് വായിക്കൂടെ പോയി വയറിൽ ചെന്ന് ഡൈജസ്റ്റായി അത് പുറത്തു പോകും. പക്ഷേ ഞാൻ പറഞ്ഞ വീഞ്ഞ് കുടിക്കാൻ തയ്യാറാണെങ്കിൽ അത് സ്പിരിറ്റിലേക്ക് ചെന്ന് സ്പിരിറ്റിൽ നിന്ന് സോളിലോട്ട് പാസ് ചെയ്ത്, സോളിൽ നിന്ന് ബോഡിയിലോട്ട് പാസ് ചെയ്ത്, ബോഡിയിൽ നിന്ന് ഓർഗൻസിലോട്ട് പാസ് ചെയ്ത് അത് പുറത്തു പോവുകയല്ല. അത് അകത്ത് നിന്ന് നിന്നെ സദാസമയവും ചാർജുള്ളൊരു മനുഷ്യനാക്കി മാറ്റും. പൗലോസ് വീഞ്ഞു കുടിച്ചല്ല ചാർജ് ചെയ്തത്. പൗലോസ് പ്രാർത്ഥിച്ച് സാന്നിധ്യം അനുഭവിച്ച്. മോശ വീഞ്ഞു കുടിച്ചല്ല ജനത്തെ നടത്തിയത്. ബോറടിക്കുന്നു, ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കണമെങ്കിൽ 2 എണ്ണം വിട്ടാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വീഞ്ഞു കുടിച്ചല്ല. മോനെ, വേദനയുണ്ടെങ്കിൽ നേരെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ പോയി കവിണ്ണങ്ങട് വീഴും. പിന്നെ എഴുന്നേറ്റ് വരുന്നത് വീണ് കിടക്കുന്ന മോശയല്ല, ദൈവം ചാർജ് ചെയ്ത ഒരു അഭിഷിക്തനാ. കമോൺ, ജീവിതത്തിൽ ശൂലങ്ങൾ നിങ്ങൾക്ക് നേരെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പല ശൂലങ്ങൾ കുത്തുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ശരീരത്തിൽ രോഗമെന്ന ശൂലം നിങ്ങളെ കുത്തുന്നുണ്ടെങ്കിൽ, അജീർണത എന്ന ഒരു രോഗം നിങ്ങളെ കുത്തുന്നുണ്ടെങ്കിൽ, ആസിഡിറ്റി എന്നൊരു ശൂലം നിങ്ങളെ കുത്തുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ വാക്കിലൂടെയുള്ള ശൂലം നിങ്ങളെ കുത്തുന്നുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞെ കൂടെയുള്ള ക്ഷീണം, കൂടെയുള്ള അജീർണത നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷയിൽ നിന്നെ മടുപ്പിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സമയം എൻ്റെ കർത്താവേ, ആ സ്വർഗീയ വീഞ്ഞ് എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് ആഗ്രഹിക്കുന്നവന്റെ മേലൊരു ഡെലിവറൻസ് പരിശുദ്ധാത്മാവായിരിക്കും. തിമോത്തിയോസിന്റെ പ്രശ്നം ഇതായിരുന്നു, സ്റ്റൊമക് പ്രോബ്ലം. അതിനാൽ തനിക്ക് കൂടുതൽ സമയം റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥ വരുന്നു, കിടക്കേണ്ട അവസ്ഥ വരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ബൈബിളിൽ ആകെ ഇത്ര കാര്യമേ ഉള്ളൂ: മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ. ഫാസ്റ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ ബോഡിയുടെ സ്വഭാവം കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ഫാസ്റ്റ് ചെയ്യാൻ. നമ്മുടെ ബോഡിയെ നമ്മൾ ഫാസ്റ്റിങ്ങുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുത്തണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഭൂമിയുടെ ക്ലൈമറ്റുമായിട്ടും ശീലങ്ങളുമായിട്ടും ഒക്കെ നമ്മുടെ ബോഡി പരിചയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ദൈവികമാകുന്ന ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നേച്ചറിലേക്ക് നമ്മുടെ ഈ ബോഡിയെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പം സഡൻലി നമ്മളൊരു 40 വെള്ളവും ഇല്ല, ഫുഡും ഇല്ലാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ബോഡി റിയാക്ട് ചെയ്യും. കാരണം ഈ ബോഡി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ പരിചയപ്പെടുത്തണം. നമ്മളൊരു പക്ഷേ തുടക്കക്കാരായിരിക്കാം ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്ത് വലിയ ശീലം കാണത്തില്ല, പ്രാർത്ഥനയിൽ അത്ര ഭയങ്കരമാകുന്നൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയൊന്നും നമുക്ക് കാണത്തില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ സഡൻലി കയറി പരിചയമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. സാത്താൻ ആ ഒരു നമ്മുടെ അജ്ഞതയെ മിസ്യൂസ് ചെയ്യും, ചൂഷണം ചെയ്യും. അപ്പം അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ശ്രദ്ധിക്കണം. നീ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും കൂടെ സേവിച്ചു കൊള്ളുക. നല്ല അർത്ഥത്തിലെടുക്കാവുള്ളൂ പൗലോസിൻ്റെ ഉപദേശങ്ങൾ. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ, സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകാത്തവയും മറിഞ്ഞിരിക്കുകയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷകരോട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. പൗലോസ് എല്ലാവരുടെയും മേൽ കൈവച്ചതിൻ്റെ പേരിൽ ചില ബുദ്ധിമുട്ടുകൾ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എല്ലാവരുടെ മേലും ചാടിക്കേറി കൈ വെക്കരുത്, അതിനാൽ അവരുടെ പാപങ്ങൾക്ക് നീ ഓഹരിക്കാരൻ
ആകരുത് എന്നവിടെ പറയണമെങ്കിൽ ചില കാര്യങ്ങൾ, ചില സ്പിരിച്വൽ മിസ്റ്ററീസ് അതിൻ്റെ പുറകിൽ മറഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മളത് ഗഹനമായി ദൈവസന്നിധിയിലിരുന്ന് പഠിച്ചാലേ നമുക്കതിൻ്റെ ആഴങ്ങളെ കർത്താവ് തുറന്നു തരത്തുള്ളൂ. ഇത് മീറ്റിങ്ങിൽ കാണുന്ന ദൈവമക്കളോട് ഞാൻ ഇത്രയും ഇന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ശൂലങ്ങൾ പൗലോസ് പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ മേൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൂലമായി നിന്നത്, ഒരു തടസ്സമായി നിന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യക്കുറവായി നിന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ടിനെ തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ബാധിക്കത്തക്ക നിലയിൽ നിന്ന ശൂലമെന്ന് പറഞ്ഞാൽ തടിച്ച നാവാണ്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ, നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിലും, മോശയ്ക്ക് ദാഹമുണ്ട്, യെസ് കർത്താവേ അങ്ങ് മുമ്പേയും എന്നോട് പറഞ്ഞു, സംസാരിച്ച ശേഷം എനിക്ക് ആമേൻ പറഞ്ഞ് ചാടി പുറപ്പെടണമെന്നുണ്ട്, പക്ഷേ എന്നെ തടയുന്നു, എൻ്റെ നാവ് എന്നെ തടയുന്നു, അതിൻ്റെ തടിപ്പ് എന്നെ തടയുന്നു. സുഹൃത്തേ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, പലതിനും ഒന്ന് ചുവട് വെക്കണമെന്ന് താല്പര്യമുണ്ട്, പലതിനും ഒന്ന് മുന്നിട്ടിറങ്ങണമെന്ന് താല്പര്യമുണ്ട്, പലതിനുമൊക്കെ ഒന്ന് കൈത്താങ്ങണമെന്ന് താല്പര്യമുണ്ട്, പല കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടക്കം കുറിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ നിന്നെ ഞെരുക്കുന്ന എന്തോ ഒന്ന്, തടിച്ചു ഭാരത്തോടെ നിന്ന് നിന്നെ ഞെരുക്കുന്ന എന്തോ ഒന്ന്, നിന്റെ മനസ്സിനകത്ത് ഭാരപ്പെടുത്തുന്ന, ചിന്തകളിൽ ഭാരപ്പെടുത്തുന്ന, ബുദ്ധിയിൽ നിന്നെ തളർത്തുന്ന, ആകമൊത്തം അസ്വസ്ഥപ്പെടുത്തുന്ന താല്പര്യമുണ്ടെങ്കിലും എന്തോ ഒരു വല്ലാത്ത ഞെരുക്കുന്ന ഒരനുഭവത്തിൽ നിൽക്കുന്ന ആരൊക്കെയോ ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഞാൻ തന്നെയാണ് നിന്നെ കണ്ടത്, ഞാൻ തന്നെയാണ് നിന്നെ അറിഞ്ഞത്, ഞാൻ തന്നെയാണ് നിന്നെ ഞാങ്ങണ പെട്ടിക്കകത്ത് ആക്കാനുള്ള ആലോചന കൊടുത്തത്, ഞാൻ തന്നെയാണ് നീ നദിയിലൂടെ ഒഴുകിപ്പോയപ്പോൾ നിന്നെ ശേഖരിച്ചത്. മോനെ, അന്നേ നീ ചിരിച്ചപ്പോൾ, നീ ആ ഞാങ്ങണ പെട്ടിക്കകത്ത് കിടന്ന് ചിരിച്ചപ്പോൾ തന്നെ നിന്റെ നാവും അതിൻ്റെ തടിപ്പ് ഞാൻ കണ്ടതാ. നീ എന്നോട് ഏറ്റു പറഞ്ഞിട്ട് വേണ്ട നിന്നെ കാണാൻ, നീ പോകുന്നെങ്കിൽ പോട്ടെ എന്നും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നും ഒക്കെ വെച്ച് നിന്നെ നദിയിലേക്ക്, നൈൽ നദിയിലൂടെ നിന്നെ ഒഴുക്കി വിട്ടപ്പോ, ഒരു കരത്തെ കോരിയെടുക്കത്തക്കവണ്ണം, ഫറവോന്റെ കൊട്ടാരത്തിൽ നീ താമസിക്കത്തക്കവണ്ണം അവിടുത്തെ ഏറ്റവും ഉത്തമയായ ഒരു തീയത്തനെ അവിടെ നിർത്തിയതും ഞാൻ തന്നെയാ. ഒഴുകിപ്പോകേണ്ട നിന്നെ ഒരു കൈകളിൽ ഏൽപ്പിക്കാൻ അറിയാമെങ്കിൽ, കൊട്ടാരത്തിനകത്ത് നിന്നെ വളർത്താൻ അറിയാമെങ്കിൽ, ഇന്ന് വേർതിരിച്ച് നിന്നോട് വ്യക്തിപരമായി എനിക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ, എൻ്റെ ഉള്ളിലെ വചനം നിന്നെ കേൾപ്പിക്കാൻ അറിയാമെങ്കിൽ, മോനെ, നിന്റെ വായിലിരിക്കുന്ന സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഈ തടിച്ച നാവെന്ന് നീ പറയുന്ന ഈ ഒരു തടസ്സത്തെ തകർക്കാൻ, അതിനെ ഭേദിക്കാൻ എനിക്കാകുകയില്ലയോ? അടുത്ത വാക്ക്, ഞാൻ നിന്റെ നാവോടുകൂടി ഇരിക്കും. ദൂത് പറയുക, കുഞ്ഞെ, എവിടെയാ തടിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? എവിടെയാ പിടിച്ചു ബുദ്ധിമുട്ടിക്കുന്നേ? എവിടെയാ നിന്നെ ഞെരുക്കി ബുദ്ധിമുട്ടിക്കുന്നേ? എവിടെയാ നിന്നെ വെല്ലുവിളിക്കുന്നേ? അതിനോട് കൂടെ ചേർന്ന് യഹോവയുണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ, ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, അതൊക്കെ ഒരു അനുഗ്രഹമാണ്. അല്ലേ? മോശ വലുതായി താടി നരച്ചതിന് ശേഷമാണ് ദൈവത്തോട് പറയുന്നത്, എൻ്റെ നാവ് തടിച്ചിരിക്കാം. മോശ കയ്യും കാലും ഇട്ട് അങ്ങനെ പെട്ടിക്കകത്ത് ഇച്ചിരിയും പോന്ന കുഞ്ഞു വാവാവോ ആ പ്രായത്തിൽ വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ തന്നെ സേവ് ചെയ്യാൻ ഒരു കരത്തെ ഒരുക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, ഈ ഘട്ടത്തിൽ നിങ്ങൾ ഭയപ്പെടുന്ന, മുങ്ങിപ്പോകുമെന്ന്, ചത്തുപോകുമെന്ന്, നശിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നത്തിനകത്ത് നിങ്ങളെ മുക്കിക്കൊല്ലാനും വരെ വേണ്ടി ദൈവം നിങ്ങളെ വെച്ചേക്കുവോ? പണ്ടേ അതിന് വിട്ടുകൊടുക്കേണ്ടതല്ലേ? അന്നൊന്നും അല്ലെന്നോ? പണ്ടേ ഇതിനേക്കാൾ വലിയ സുനാമി വന്നപ്പോൾ ദൈവം നമ്മളെ മുക്കിയില്ല. പിന്നെയാണോ ദേണ്ടടാ നമ്മുടെ നെഞ്ചു വരെയുള്ള തിരമാല പൊങ്ങി വരുന്നു എന്ന് പറയുന്ന പ്രശ്നം? സുനാമി നമ്മളെക്കാൾ 5 അടി പൊക്കത്തിന്, നമ്മളെക്കാളും 6 അടി പൊക്കത്തിന് പൊങ്ങി വന്നപ്പം ദൈവം നമ്മളെ സേവ് ചെയ്തു. ഇപ്പം പറയുന്നു, എനിക്ക് വയ്യ എൻ്റെ കർത്താവേ, എൻ്റെ മൂക്കറ്റമായി തിരമാല ഇപ്പം എന്നെ മുക്കിക്കൊല്ലുമെന്ന്. തലയ്ക്ക് മോളിൽ കൂടെ 5 അടി പൊക്കത്തിന് വന്നപ്പോൾ നമ്മളെ മുക്കിക്കൊല്ലാൻ കർത്താവ് തമ്പുരാൻ വിട്ടില്ല. പിന്നെയാണോ നെഞ്ചിൻ്റെ അവിടെ വരെ പൊങ്ങിയ തിരമാല? ഓ മൈ ഗോഡ്! ദൈവം പറയുന്നു, ദൈവത്തിന് നിന്നെ വേണം, നിൻ്റെ കുടുംബത്തെ വേണം,
എത്ര ദൈവമക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്? സെയിം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസിൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നമുക്കവിടെ കാണാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണാൻ കഴിയും, അപ്പോസ്തല പ്രവൃത്തികളിലും നമുക്ക് കാണാൻ കഴിയും പൗലോസിൻ്റെ ബലഹീനതകളെക്കുറിച്ച്. പക്ഷെ ഇതൊന്നും അവരുടെ മിനിസ്ട്രിയെയോ അവരുടെ ലൈഫിനെയോ അവരുടെ ഒരു ബ്ലെസ്സിങ്ങിനെയോ ബാധിക്കാൻ അനുവദിക്കാതെ വണ്ണം സർവശക്തനായ ദൈവം തൻ്റെ കൃപയും ശക്തിയും പകർന്നവരെ ബലപ്പെടുത്തിയതുപോലെ ഇന്ന് ഈ മീറ്റിങ്ങിലിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ബലഹീനത അത് ശരീരത്തിലായിരിക്കാം, അത് നിങ്ങളുടെ ക്യാരക്ടറിലായിരിക്കാം. ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ നിങ്ങളുടെ ശരീരത്തിലൊരു ശൂലം ഉണ്ടെങ്കിൽ അതെൻ്റെ ദൈവത്തിന് എഗെയിൻസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത വെല്ലുവിളി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, പൗലോസ് മോശയോട് ചോദിച്ചതുപോലെ, നിനക്ക് വായി തന്നതാരാ? നിനക്ക് വായി തന്നതാരാ? അതുപോലെ തന്നെ നീ പറയുന്ന ബന്ധങ്ങൾ, നിങ്ങൾ ഇന്ന് താമസിക്കുന്ന പശ്ചാത്തലം, സ്ഥലം, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് തന്നതാരാ? ആ ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒന്നുമേയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ സെക്കൻഡിൽ വലിയൊരു ദൈവിക സംരക്ഷണം നിങ്ങളുടെ മേലുണ്ടാകാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടയ്ക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഷൈബ്രാറ്റാൽ ബ്രാഹാസി. എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ചേ. നിങ്ങളെ ഇനി ഒരു ശൂലം അറ്റാക്ക് ചെയ്യാതെ വണ്ണമുള്ള ഒരു ദൈവിക കരുതലിനായി പരിശുദ്ധാത്മാവ് ഇതിനകത്തുള്ള ചില വ്യക്തിത്വങ്ങളെ കണ്ടിരിക്കുന്നു. നിന്നെ ഒരു ശൂലം അറ്റാക്ക് ചെയ്യുന്നോ കുഞ്ഞെ? ആ ശൂലത്തിൻ്റെ പേര് എന്ത് തന്നെയായാലും എൻ്റെ ദൈവത്തിനത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ചില ശൂല സമാനമായത്, നാളുകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ചില ശൂല സമാനമായത് ഈ സെക്കൻഡിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യും. നിന്നെ കണ്ട കാഴ്ചപ്പാടിനൊത്തവണ്ണം ദൈവം നിന്നെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ട ഒരു കാഴ്ചയുണ്ട്. അതിന് വിരോധമായി നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഒരു ശൂലം എഴുന്നേറ്റാലും, മറ്റൊരു വ്യക്തി സൃഷ്ടിച്ച ഒരു ശൂലം നിങ്ങളുടെ മേൽ വന്നാലും, അത് നിന്നോടടുക്കാതെയും വേദനിപ്പിക്കാതെയും ബാധിക്കാതെയും, എന്തിനേറെ പറയുന്നു, ഒരു പോറൽ പോലും വരുത്താതെ വണ്ണം അതിൽ നിന്ന് നിന്നെ സേവ് ചെയ്യുന്നൊരു കരം ഈ സമയം വെളിപ്പെടുകയാണ്. അത് സ്വർഗം നീട്ടുന്നു. ആ കരം ആരുടെയൊക്കെയോ മുമ്പിൽ നീളുകയാണ്. വിശ്വസിക്കുന്ന ചിലരുടെ മുമ്പിൽ അക്കരം നീണ്ടു തുടങ്ങുന്നു. മോശയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മോനെ, നീ പറയുന്ന കാര്യം എനിക്ക് നിന്റെ വേദനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എടാ, നീ അറിയാത്തൊരു കാര്യമുണ്ട്. ഇന്ന് മുതൽ, നീ വേദന പറഞ്ഞ ഈ സെക്കൻഡ് മുതൽ നിന്റെ നാവ് കൊണ്ട് നീ പഴയതുപോലെ സംസാരിക്കും. പക്ഷെ ശബ്ദവും വാക്കുകളും സ്ഫുടതയും അത് പഴയതുപോലെ അല്ല വെളിപ്പെടാൻ പോകുന്നത്. അതിനകത്തൊരു മാറ്റം ഈ സെക്കൻഡ് മുതൽ ഉണ്ടായിരിക്കും. ആരും പറഞ്ഞില്ല, യഹോവേ ഞങ്ങൾക്ക് മോശെ പ്രവാചകനെ ഒന്ന് മാറ്റിത്തരണേ, അയാൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അയാൾ പ്രവചിച്ച പ്രവചനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററെ കൂടെ നിർത്തിത്തരണമേ എന്ന് ഒരു മനുഷ്യനും ഒരു വിശ്വാസിയും പറഞ്ഞില്ല. ഓനെ തമ്പുരാൻ നിന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങിയ, തമ്പുരാൻ നിന്നെ അങ്ങോട്ട് കൈവച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങിയ, തമ്പുരാൻ നിന്നെ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയ, പിന്നെ ആരും പഴയ പരാതിയും പറഞ്ഞുകൊണ്ട് എഴുന്നേക്കത്തില്ല. പിന്നെ ആരും പഴയ കുറവും പറഞ്ഞുകൊണ്ട് എഴുന്നേക്കത്തില്ല. പിന്നെ ആരും ഇയാൾ കഴിവില്ലാത്തവനാ, ഇയാൾ പോരാ, ഇയാളെ ഞങ്ങൾക്ക് മാറ്റണം, വേറെ ആളെ അപ്പോയിന്റ് ചെയ്യണം, ഇവൻ ഞങ്ങൾക്ക് പോരാ, ഇവളെനിക്ക് പോരാ, എനിക്ക് ഇവളല്ല വരേണ്ടിയിരുന്നത്, എനിക്ക് ഇയാളല്ല കിട്ടേണ്ടിയിരുന്നത്, എനിക്ക് ഈ കൊച്ചിനെ അല്ല കിട്ടേണ്ടിയിരുന്നത്. ഛേ, അങ്ങനെയുള്ള മാനുഷികമാകുന്ന ഒന്നും വെളിപ്പെടത്തില്ല. കാരണം നിന്നെ കൈവച്ചിറക്കിയതും നിന്നെ കൈവച്ച് അനുഗ്രഹിച്ചതും
ഞാനാ നിന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞതുമായി കേട്ട ശബ്ദം അത് മാനുഷികമല്ല, അത് ദൈവികമാണ്. ഇന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ കേട്ടിറങ്ങുന്നത് ദൈവത്തിന്റെ ശബ്ദമാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണെങ്കിൽ, നിന്നെ രോഗി എന്ന് വിളിച്ചിട്ടുണ്ടാകാം, ശാപഗ്രസ്ത എന്ന് വിളിച്ചിട്ടുണ്ടാകാം, കഴിവില്ലാത്തവൾ എന്ന് വിളിച്ചിട്ടുണ്ടാകാം, തൊഴിലില്ലാത്തവനെന്നും തൊഴിലില്ലാത്തവളെന്നും ഭാഗ്യമില്ലാത്തവളെന്നും വിളിച്ചിട്ടുണ്ടാകാം. പക്ഷേ ദൈവം തമ്പുരാൻ കൈവച്ച് ഇറക്കിയാൽ, കൈവച്ച് അനുഗ്രഹിച്ചാൽ നിന്റെ ജീവിതം മാറും, ഭാവി മാറും. Holy Ghost in the name of Jesus. നിന്റെ ആരോഗ്യസ്ഥിതി പോലും വ്യത്യാസപ്പെടും, ശുശ്രൂഷ നിലവാരം പോലും മാറും. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ, എന്തു നൽകും പകരമാ തുല്യമായി ഒന്നുമില്ല നാഥനെ, എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ഈ കുറവുകളോടെ നമ്മെ സ്നേഹിച്ച നല്ല കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആ അരുമനാഥനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പിതാവേ, ഈ ജനത്തെ ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അസാധാരണമാകുന്നൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തിയ കർത്താവേ, തിരുനാമത്തെ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുന്നു. കൂടിയിരിക്കുന്ന ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വാക്കിനകത്ത് ഇവർക്കുള്ള സൗഖ്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ, ഈ വാക്കിനകത്ത് ഇവർക്കുള്ള വിടുതലിരിക്കട്ടെ, ഈ വാക്കിനകത്ത് ഇവരുടെ അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.